بسم الله الرحمن الرحيم ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين. ബഹുമാന്യനായ അധ്യക്ഷൻ, ആദരണീയനായ ബേബി വാസൻ മാസ്റ്റർ, ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, ഈ വേദിയിലുള്ള പണ്ഡിതന്മാരെ, ഈ സ്ഥാപനത്തിൻ്റെ അധികാരികളും ഈ പരിപാടിയുടെ സംഘാടകരുമായ സുഹൃത്തുക്കളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സൃഷ്ടാവും നിയന്താവുമായ ദൈവത്തിൻ്റെ കാരുണ്യവും കടാക്ഷങ്ങളും സമാധാനവും നമ്മിലെല്ലാവരിലും സദാ വർഷിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ, അഭിവാദ്യത്തോടെ ഞാൻ ആരംഭിക്കുകയാണ്. സംസ്കൃതത്തിൽ പറഞ്ഞാൽ ഓം ശാന്തി ശാന്തി, അറബിയിൽ പറഞ്ഞാൽ അസ്സലാമു അലൈക്കും, മലയാളത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ കാരുണ്യവും സമാധാനവും എല്ലാവരിലും വർഷിക്കുമാറാകട്ടെ എന്ന്. ഇവിടെ പ്രാർത്ഥനയിൽ കൊച്ചുകുട്ടികൾ ആലപിച്ച ഗീതം, പ്രാർത്ഥനയിൽ അതിൻ്റെ ആശയം ഈ ലോകത്തെ മുഴുവനും സംരക്ഷിക്കുന്ന ദൈവമേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നതാണ്. അതാണ് ആശയം. ഇന്നിവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇതുപോലെ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് പരസ്പരം പങ്കുവെക്കുവാനാണ്, അറിയുവാനാണ്. ഞാൻ 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ശിവരാത്രി നാളിൽ ആലുവ മണപ്പുറത്ത് ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തത് ഓർക്കുകയാണ്. ശ്രീ നാരായണ ഗുരു 920കളിൽ ആരംഭിച്ച ഒരു സർവമത സമ്മേളനമുണ്ട്. ശിവരാത്രി നാളിലാണ് ഉണ്ടാവുക, ഇപ്പോഴുമുണ്ട്. അന്ന് വിവിധ മതത്തിൽപ്പെട്ട പണ്ഡിതന്മാരെ ക്ഷണിച്ചു വരുത്തി ആ ആലുവ മണപ്പുറത്ത് ഒരു സമ്മേളനം നടത്തിയപ്പോൾ സമ്മേളന വേദിയിൽ കുറേ പണ്ഡിതന്മാരും സംഘാടകരും ഇരിക്കുമ്പോൾ മുമ്പിൽ ഒരു ബാനർ തൂക്കിയിട്ടത് ശ്രദ്ധയിൽപ്പെട്ടു. സാധാരണ ഒരു സ്റ്റേജിൽ ബാനർ ഉണ്ടാവുക ഇതുപോലെ പുറകിലാണ്, ഒരു ഫോട്ടോ എടുക്കുമ്പോഴും ആളുകൾ കാണാനുമൊക്കെ ആ പരിപാടി എന്താണ്. പക്ഷെ ആലുവയിലെ ബാനർ ഞങ്ങളിരുന്നാൽ മുന്നിൽ കാണുന്ന ഒരു ബാനറായിരുന്നു. അതിലെഴുതി വെച്ചിട്ടുള്ളത് അറിയാനും വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന്. ശ്രീ നാരായണ ഗുരുവിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു വാക്കാണത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇതെന്തിനാണ് ഈ ബാനർ ഉള്ളോട്ട് സ്റ്റേജിൽ നിന്ന് വായിക്കാവുന്ന വിധം എഴുതി വെച്ചത്? എനിക്ക് മനസ്സിലായി, അത് ഞങ്ങളോടാണ് എന്ന്. അതായത് ആളുകൾ നല്ലവരാണ്, കേൾക്കാൻ വരുന്നവർ വളരെ നല്ല മനുഷ്യരാണ്. പക്ഷേ ഈ വേദിയിലിരിക്കുന്ന ഹിന്ദു പണ്ഡിതന്മാർ, മുസ്ലിം പണ്ഡിതന്മാർ, ക്രിസ്ത്യൻ പണ്ഡിതന്മാർ, മറ്റു പണ്ഡിതന്മാരൊക്കെ അവരാണിത് കാണേണ്ടത്. നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയത് അറിയാനും അറിയിക്കാനുമാണ്, വാദിക്കാനും ജയിക്കാനുമല്ല എന്ന്. ശ്രീ നാരായണ ഗുരുവിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ആ സമൂഹം ആ നിലയിൽ സമൂഹത്തെ വാർത്തെടുക്കണം എന്നുള്ളത് കൊണ്ടാണ് എല്ലാ വർഷവും അത്തരത്തിൽ പരിപാടികൾ നടത്തുന്നത്. ഇവിടെ അടുത്ത് ഉള്ളിയേരിക്കപ്പുറം തെരുവത്ത് അമ്പലത്തിൽ ഏതാണ്ട് ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ക്ഷേത്രോത്സവത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അന്ന് 1 മണിക്കൂർ സമയം എന്നോട് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ ഈ നോട്ടീസിൽ കണ്ട ശ്രീമാൻ ദേവശിഖാമണി അന്ന് ആ പരിപാടിയിൽ ഉണ്ടായിരുന്നു. വേറെ കോഴിക്കോട്ടെ രാമകൃഷ്ണ മിഷൻ ആശ്രമത്തിലെ സിദ്ധിനാഥാനന്ദ സ്വാമി അവരുകളുണ്ടായിരുന്നു. 1 മണിക്കൂർ സമയം കഴിഞ്ഞപ്പോഴേ സംഘാടകർ ഒരു സ്ലിപ്പ് തന്നു. സാധാരണ പ്രസംഗിക്കുമ്പോൾ സ്ലിപ്പ് വരുന്നത് നിർത്തണം എന്നാണ്. നാടകം ഒരുങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ഭക്ഷണം റെഡിയായിരിക്കുന്നു. പക്ഷെ അവർ പറഞ്ഞു, നിങ്ങൾ 1/4 മണിക്കൂർ സമയം കൂടി പ്രസംഗിക്കണം, കാരണം ഞങ്ങളൊക്കെ വന്നിട്ടുള്ളത് പ്രസംഗം കേൾക്കാനാകുന്നു എന്ന്. ഇതൊക്കെ നന്മയുടെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കെട്ടുപോയിട്ടില്ലാത്ത പ്രകാശകിരണങ്ങളായി ഞാൻ കാണുകയാണ്. നമ്മളൊക്കെ ഒരു ജാതിയാണ്, നമുക്ക് അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. മനുഷ്യജാതി എന്ന നിലയിൽ മനുഷ്യരെല്ലാവരും ഒരു ജാതിയാണ് എന്ന് അംഗീകരിക്കാത്ത കാലത്തോളം പ്രശ്നങ്ങൾ തീരുകയില്ല.
അപ്പോൾ സംശയം ഇതാണ്, എങ്കിൽ നമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ നീളം കൂടിയ ആളുകളും കുറഞ്ഞവരുമുണ്ട്, കറുത്തവരും വെളുത്തവരുമുണ്ട്, പല ഭാഷ സംസാരിക്കുന്നവരുണ്ട്, അതുപോലെ പല കുലത്തിലും ജനിച്ചവരുണ്ട്, പല വേഷവിധാനങ്ങളും ഉള്ളവരുണ്ട്, പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നവരുണ്ട്, പല വിശ്വാസങ്ങളും ഉൾക്കൊള്ളുന്ന ആളുകളുണ്ട്. ഇവരെല്ലാവരും ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ് എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ തട്ടി വിശ്വസിച്ചുകൊണ്ട് അംഗീകരിക്കാത്ത കാലത്തോളം നമ്മൾ എത്ര വേദം പറഞ്ഞാലും, എത്ര ഖുർആൻ ഓതിക്കൊടുത്താലും, എത്ര ബൈബിൾ വായിച്ചാലും നമ്മുടെ മനസ്സുകൾ വേണ്ട വിധത്തിൽ ഒന്നായിത്തീരില്ല എന്നത് ഉറപ്പാണ്. വസുധൈവ കുടുംബകം എന്ന ഭാരതീയ സന്ദേശം അത് ഉൾക്കൊള്ളുന്നത് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ഒരു കുടുംബമാണ് എന്നാണ്. ഖുർആനിൽ മനുഷ്യരെക്കുറിച്ച് 2 പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ഇൻസാൻ എന്നാണ്, ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. മറ്റൊരു വാക്ക് ബനു ആദം എന്നാണ്, ആദമിൻ്റെ മക്കൾ. ആദം എന്നത് ഖുർആനിൽ ആദം എന്നും ബൈബിളിൽ ആദാം എന്നും പറയുന്നത് ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യനെക്കുറിച്ചാണ്, ആദം അലൈഹിസ്സലാം. ആ ആദമിൻ്റെ മക്കളാണ് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും എന്ന് ഖുർആൻ പറയുന്നു. മുസ്ലിങ്ങൾ അത് വിശ്വസിക്കേണ്ടതാണ്. ആരാണ് ആദമിൻ്റെ മക്കൾ? ആദ്യത്തെ മനുഷ്യൻ, ആ മനുഷ്യൻ്റെ മക്കളുടെ മക്കൾ, അങ്ങനെ വന്നാൽ ഇപ്പോൾ ലോകത്ത് ജീവിക്കുന്നവരും മുമ്പ് ജീവിച്ചവരും ഇനി ജീവിക്കാനുള്ളവരുമായ എല്ലാ മനുഷ്യരും ആ ഒരു പിതാവിൻ്റെ മക്കളാണ്. അവരിൽ ആരെല്ലാം ഉണ്ട്? അവരിൽ ദൈവവിശ്വാസികളുണ്ട്, ദൈവനിഷേധികളുണ്ട്. അങ്ങനെയും കുറച്ച് ആളുകളുണ്ടല്ലോ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത. അതുപോലെ ദൈവവിശ്വാസികളിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ബുദ്ധമതക്കാരുണ്ട്, ജൈനമതക്കാരുണ്ട്, എല്ലാവരുമുണ്ട്. ഇവരൊക്കെ തന്നെയും വലഖദ് കറംനാ ബനി ആദം ഖുർആനിൻ്റെ ഒരു വചനമാണ്. ആദമിൻ്റെ മക്കളെയൊക്കെ നാം ആദരിച്ചിരിക്കുന്നു. എല്ലാ മനുഷ്യർക്കും ആദരവുണ്ട്. ദൈവം ആദരിച്ച ആളുകളാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും. അപ്പോൾ മനുഷ്യത്വത്തിനാണ് അതിൻ്റെ വില. ആ മനുഷ്യൻ എൻ്റെ പാർട്ടിയിലല്ല, ആ മനുഷ്യൻ എൻ്റെ ഭാഷ സംസാരിക്കുന്നവനല്ല, എൻ്റെ മതത്തിലല്ല. മതത്തിൽ തന്നെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളും ചിന്തകളും ഉണ്ടാവും, അതിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ആദരിച്ച ഒരാളെ അനാദരിക്കാൻ ദൈവവിശ്വാസികൾക്ക് പാടില്ല എന്ന് നമ്മൾ പഠിപ്പിച്ചെടുക്കണം. അങ്ങനെ ഒരു വിദ്യാഭ്യാസം എല്ലാ മതവിശ്വാസികളും കൊണ്ടുവരേണ്ടതുണ്ട്, പഠിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്നു. എന്താ മതേതരത്വം? നമ്മുടെ സെക്കുലറിസത്തെക്കുറിച്ച് പറയാറുള്ളത് യൂറോപ്യൻ സെക്കുലറിസം പോലെയല്ല. അത് എന്നാൽ മതത്തിനെതിരായ ഒരു ഭരണം നടത്തുക എന്നതല്ല. എല്ലാ മതങ്ങളും അവരുടെ വിശ്വാസം അനുസരിച്ച് ഇവിടെ ആ വിശ്വാസം കൊണ്ടു നടക്കാൻ ഉള്ള സ്വാതന്ത്ര്യം, അതാണ് മതേതരത്വം. അതോടൊപ്പം വ്യക്തികൾക്ക് ഇഷ്ടപ്പെട്ട മതം അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയും ഭരണം അല്ലെങ്കിൽ രാഷ്ട്രം മതത്തിൽ ഇടപെടുകയോ മതത്തിൻ്റെ കാര്യങ്ങളിൽ ബന്ധപ്പെടുകയോ ചെയ്യാതിരിക്കുക എന്നതാണ്. ഞാനൊരു മതേതരവാദിയാണെന്ന് പറഞ്ഞാൽ എൻ്റെ മതം, എൻ്റെ വിശ്വാസം നിങ്ങൾ അംഗീകരിക്കണമെന്ന് മറ്റൊരാളെ നിർബന്ധിക്കലല്ല. എൻ്റെ വിശ്വാസം അനുസരിച്ച് എനിക്ക് ജീവിക്കുവാൻ സാധിക്കണം, എൻ്റെ സുഹൃത്തിന് അയാളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കണം. ഇന്ത്യൻ ഭരണഘടന ലോകോത്തര ഭരണഘടനയായത് അതിൻ്റെ ഓരോ ആർട്ടിക്കിളിൻ്റെയും മഹത്വം കൊണ്ട് തന്നെയാണ്. അതിൽ മതവിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് 3 കാര്യം പറഞ്ഞു. മതം വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനും ഇവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യത്തിന് 2 നിബന്ധനകളുണ്ട്. ഒന്ന്, പൊതു സമാധാനത്തിന് തടസ്സം വരരുത്. അതുപോലെ പൊതു ആരോഗ്യത്തിന് ദോഷമുണ്ടാവരുത്. ഞാൻ എൻ്റെ മതം അനുഷ്ഠിക്കുന്നത് മൂലം ഈ നാട്ടിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വന്നാൽ അത് ഭരണഘടന അംഗീകരിച്ചിട്ടില്ല. ഞാനൊരു ഉദാഹരണം പറയാം. പാതിരാ നേരത്തെ ആളുകൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഏത് മതത്തിൽപ്പെട്ടവനായാലും അയാളുടെ ആരാധനാലയത്തിൽ ഇതിനേക്കാൾ ശബ്ദമുള്ളൊരു മൈക്കെടുത്ത് വെച്ച് അയാളുടെ മതഗ്രന്ഥം ആലപിക്കുന്നു എന്ന് വിചാരിക്കുക, അല്ലെ പ്രാർത്ഥനാ ഗീതം ചൊല്ലുന്നു എന്ന് വിചാരിക്കുക. അത് ഖുർആനായാലും ഗീതയായാലും ബൈബിളായാലും അത് നമ്മുടെ ഭരണഘടന അംഗീകരിച്ചിട്ടില്ല, അത് ആ മതവും അംഗീകരിച്ചിട്ടില്ല. കാരണം എന്താ? രാത്രി ഉറങ്ങാനുള്ളതാ, ഒരു സമയം കഴിഞ്ഞാൽ ഉറങ്ങാനുള്ളതാ. എനിക്ക് പ്രാർത്ഥിക്കാം, പ്രാർത്ഥന മനസ്സിൽ നിന്നാ. എനിക്ക് പടച്ചവനെ, ഈശ്വര, ദൈവമേ, അള്ളാഹു എന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ വിളി കേൾക്കുന്നവനാണ് ദൈവം. പക്ഷെ അതറിയാതെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്നല്ലേ, മതവും മത ആചരണങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് ശല്യമായി. വഴിയിൽ മതവിശ്വാസികൾ ശക്തിപ്രകടനം നടത്താൻ തുടങ്ങി, റോഡ് ബ്ലോക്കാക്കാൻ തുടങ്ങി. അതോടുകൂടി രോഗികൾ റോഡിൽ വെച്ച് മരിക്കാൻ തുടങ്ങി, ഹോസ്പിറ്റലിൽ എത്താതെ അവസരങ്ങളുണ്ടായി. സ്കൂളിൽ പോയ കുട്ടികൾ എവിടെയാണെന്നറിയാതെ രക്ഷിതാക്കൾ ബേജാറായി. എന്താ?
അവിടെ ഒരു മതഘോഷയാത്രയാണ്. ഏത് മതമായാലും ആ മതഘോഷയാത്ര യഥാർത്ഥത്തിൽ വഴി തുറക്കാനുള്ളതാവണം. വഴി തുറക്കുക എന്നതാണ് മതം പഠിപ്പിച്ചത്, വഴി മുടക്കുക എന്നതല്ല. അപ്പോൾ പാരമ്പര്യമായി നമ്മൾ ചെയ്തു വരുന്ന ചില കാര്യങ്ങളിൽ മനുഷ്യർക്ക് ദോഷം ചെയ്യുന്നതുണ്ടെങ്കിൽ അത് മതമാണെങ്കിലും അത് മതമല്ല യഥാർത്ഥത്തിൽ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ മതത്തെ അതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠനം നടത്തിയാൽ നമുക്ക് വളരെ സുഖമായിരിക്കും. ഇവിടെ പുല്ലാളൂരിൽ, എൻ്റെ നാട് ഈ പഞ്ചായത്ത് തന്നെയാണ്, എനിക്കറിയാം നമ്മുടെ പ്രദേശമൊക്കെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ആരാണെന്ന് അന്വേഷിക്കാതെ ഒത്തുചേരുന്നവരാണ്. കല്യാണങ്ങളിൽ, മരണസന്ദർഭങ്ങളിൽ, മറ്റെല്ലാ കാര്യങ്ങളിലും, ഉത്സവങ്ങളിലൊക്കെ തന്നെയും ആഘോഷങ്ങളിലൊക്കെ ഒരുമിച്ച് കൂടുന്നു. എന്താ ഇതിൻ്റെ പ്രചോദനം? ഇതിൻ്റെ പ്രചോദനം നമ്മൾ ഒന്നാകുന്നു എന്നതാണ്. ഇത് നമ്മൾ അറിയണം. ഈ മതങ്ങളിലെ വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ വൈവിധ്യങ്ങൾ അതെടുത്ത് കാണിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്ന ആളുകൾ മതത്തിൻ്റെ ഏകതാഭാവം എന്ത് എന്നത് പഠനം നടത്തിക്കൂടെ? അങ്ങനെ പഠനം നടത്തിയാൽ നമുക്കറിയാം മതത്തിലെ അടിസ്ഥാന ഗ്രന്ഥമോ മതത്തിൻ്റെ ആദർശമോ അല്ല പ്രശ്നമുണ്ടാക്കുന്നത്, മതം പറഞ്ഞു നടക്കുന്ന ചില ആളുകളാണ് എന്ന്. രണ്ട് കാര്യത്തിനാണ് അത് ഉപയോഗിക്കുന്നത്. ഒന്ന്, മതത്തെ അന്ധവിശ്വാസത്തിന് ഉപയോഗിക്കുക. അന്ധവിശ്വാസം, ഈ അന്ധവിശ്വാസവും മതവിശ്വാസവും വ്യത്യാസമുണ്ട്. ചില ദൈവനിഷേധികളൊക്കെ മതം തന്നെ അന്ധവിശ്വാസമാണെന്ന് പറയാം. അത് അവർ കൂടുതൽ പഠിക്കാത്തത് കൊണ്ടാണ്. ഒരു അന്ധവിശ്വാസം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്, ഭൂമി കുലുക്കം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അത് ഭൂമി നിലനിൽക്കുന്നത് ഒരു കാളക്കൊമ്പത്താണ്. കാളക്കൊമ്പ് മാറ്റുമ്പോൾ ഭൂമി കിലുങ്ങുകയാണ്. അങ്ങനെ വിചാരിച്ചു കുറേ ആളുകൾ, ഏത് കാളയായാലും. പക്ഷേ ഇപ്പം നിങ്ങളത് പറഞ്ഞാൽ ഇത് മതമാണ്, മതഗ്രന്ഥമാണെന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് രണ്ടാലൊരു ചോയ്സേ ഉള്ളൂ. എന്താ? മതം തന്നെ വേണ്ടാന്ന് വെക്കാൻ. ഇതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. വിശ്വസിക്കാൻ കഴിയില്ല ഉറപ്പാണ്. കാരണം എന്താണെന്നറിയോ? അതല്ല എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിച്ചതാണല്ലോ. ഇപ്പോൾ ഗ്രഹണം ഉണ്ടാകുന്നു. അടുത്ത ഗ്രഹണം എന്നാണ് എന്ന് അസ്ട്രോണമി പഠിച്ച ഒരാൾക്ക് ഇന്ന് കണക്കൂട്ടി പറയാം. 10 കൊല്ലോ 100 കൊല്ലോ കഴിഞ്ഞിട്ടുള്ളത്. അതൊരു സർപ്പം വന്നിട്ട് സൂര്യനെ വിഴുങ്ങിയതാ, ചന്ദ്രനെ വിഴുങ്ങിയതാണ് പേടിച്ചിരുന്നാൽ അത് യഥാർത്ഥത്തിൽ അതൊരു വിശ്വാസമാണ്. പക്ഷെ അത് മതത്തിൻ്റെ അടിസ്ഥാന വിശ്വാസമല്ല. അത് മതത്തെ അങ്ങനെ വ്യാഖ്യാനിച്ച ആളുകൾ നൽകിയിട്ടുള്ളതാണ് എന്ന്. ഒരു കൈനോട്ടക്കാരൻ വന്നൊരു എൻ്റെ അടുത്ത്, കൈനോട്ട്. ഞാൻ ചോദിച്ചു, കൈ നോക്കിയിട്ട് എന്താ പറയുക? അത് ഭൂതകാലം, ഭാവി കാലം, വർത്തമാനം ഒക്കെ പറയുന്നതാണ്. ശരി, ഞാൻ ചോദിച്ചു, നിനക്ക് ഇന്ന് എത്ര രൂപ കിട്ടും? എൻ്റെ ഭാവി എന്ന് പറയും. എൻ്റെ ഭാവി എന്ന് പറയും, നിനക്ക് ഇന്ന് എത്ര രൂപ കിട്ടും? അവൻ പറയാൻ കഴിഞ്ഞില്ല. അവസാനം എന്നോട് ചോദിച്ചത് എന്താണെന്നറിയോ? ഇതിലൂടെ അപ്പുറത്ത് റോഡിലേക്ക് വഴിയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഈ പറയട്ടെ, ഭൂതവും ഭാവിയും വർത്തമാനവും അറിയുന്ന നിനക്ക് എൻ്റെ വീട്ടിൽ നിന്ന് അപ്പുറത്തേക്ക് വഴിയുണ്ടോ എന്ന് അറിയില്ല. പിന്നെ എങ്ങനെ? എന്നാലും നമ്മൾ കൊടുക്കുമല്ലോ. സ്ത്രീകളൊക്കെ ആഭരണങ്ങൾ അയച്ചു കൊടുക്കും, അല്ലേ? സ്വർണം കൂടുതൽ എന്താണ് നിറമുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ തന്നെ മതത്തെ ദുരുപയോഗപ്പെടുത്തുകയാണ്. മതത്തെ ദുരുപയോഗപ്പെടുത്തുന്നതിൻ്റെ കാരണം എന്താ? മതം കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഭൗതികമായ താല്പര്യങ്ങളുണ്ടാവും. പണം കിട്ടും. പുരോഹിതന്മാരോ അല്ലെങ്കിൽ ആ നിലക്ക് ദിവ്യന്മാരൊക്കെ ആയിട്ട് സ്വയം ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ കാര്യമുണ്ടാവും. പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശ്രീ നാരായണ ഗുരുസ്വാമികൾ വടക്കൻ മലബാറിലേക്ക് വന്ന സമയത്ത് അദ്ദേഹം ഈ കാവിൽ കോഴി വെട്ടുന്നത് കണ്ട് ദുഃഖിച്ചു. അതിനെതിരായിരുന്നു അദ്ദേഹം ഒരു ക്ഷേത്രത്തിലെത്തിയപ്പോൾ അവിടെ ഇങ്ങനെ കോഴി വെട്ടി അതിൻ്റെ രക്തം ചില പൂജകൾക്കൊക്കെ ഉപയോഗിക്കുന്നു. അപ്പോൾ നാരായണ ഗുരു പറഞ്ഞു പോലും അത് ചെയ്യരുത്, അത് വേണ്ട. അദ്ദേഹം വളരെ പുരോഗമനാശയങ്ങൾ പറഞ്ഞ ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു പോലും അങ്ങനെ ചെയ്യാതിരുന്നാൽ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? കുട്ടിച്ചാത്തൻ്റെ ഉപദ്രവമുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഈ കോഴിയെ വെട്ടി ചോരപ്പെടുത്തില്ലേ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു പോലും, അത് നിങ്ങളോട് ആരാ പറഞ്ഞത് എന്നാണ്. അതൊരാളെ പേര് പറഞ്ഞു കൊടുത്തു, അയാളാ പറഞ്ഞതെന്നാണ്. ശരി, അയാൾ ആരാന്ന് ചോദിച്ചു. അയാളാണ് ഈ കാവ് നടത്തുന്ന ഇതിൻ്റെ ആളെന്നാണ്. സ്വാമിക്ക് കാര്യം മനസ്സിലായി. അടുത്ത ചോദ്യം, ഈ കോഴി വെട്ടിയിട്ട് ഈ കോഴി അങ്ങോട്ടാ ആരാ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. അത് ഇയാൾ എന്നാ കൊണ്ടുപോകണമെന്നാണ്. ശരി, അപ്പോൾ സ്വാമി പറഞ്ഞത്രേ, എങ്കിൽ കുട്ടിച്ചാത്തൻ ഉപദ്രവിക്കില്ല എന്ന് നാം ഏറ്റു. പക്ഷേ ഇയാളെ നിങ്ങൾ ഉപദ്രവിക്കുന്നത് നിങ്ങൾ തന്നെ നോക്കണം, അതെനിക്ക് ഏൽക്കാൻ കഴിയില്ല ഭാവിയിൽ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞാൽ മതം വേറെ, വിശ്വാസം വേറെ, അന്ധവിശ്വാസം വേറെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മതങ്ങളിലുള്ള ഏകതാഭാവം എങ്ങനെയുണ്ടായി? അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. എല്ലാ മതത്തിലും ദൈവവിശ്വാസമുണ്ട്. ദൈവം ഏകനാണ് എന്ന് എല്ലാ മതഗ്രന്ഥങ്ങളിലുമുണ്ട്. ആ ദൈവം, ഇപ്പോൾ ഓം എന്ന പദത്തിന് കാണിപ്പയ്യൂരിൻ്റെ സംസ്കൃത പ്രിൻസിപ്പൽ പറയും. ആ നിഘണ്ടുവിൽ പറഞ്ഞ എന്താണെന്നറിയോ? സർവശക്തനായ, സർവ ലോകത്തിൻ്റെയും സൃഷ്ടാവായ ഏകനായ ദൈവം എന്നാണ്. ആ ദൈവം, നമ്മുടെ ഈ ഭാഷയുടെ അന്തരവും ഒരു പ്രശ്നമാണ്. അപ്പോൾ ഓം ശാന്തി എന്ന് പറഞ്ഞ സംസ്കൃത വാക്കിൻ്റെ നേരെ പരിഭാഷയാണ് അസ്സലാമു അലൈക്കും എന്നത്. നമുക്ക് സംസ്കൃതവും അറിയില്ല, അറബിയും അറിയില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല.
തൃശ്ശൂർ കലക്ടറായി വന്നിരുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ, ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ഒരാൾ ഒരു മുസ്ലിം സമ്മേളനത്തിൽ ക്ഷണിച്ചു നമ്മൾ ഇങ്ങനെ പ്രസംഗിക്കാൻ. സാധാരണ ഒരു ആശംസാ പ്രസംഗത്തിന് വന്നാൽ സ്വാഭാവികമായിട്ടും സംഘാടകർ വളരെ നല്ലതാണ് ചെയ്തത്, അവരെ ഞാൻ അഭിനന്ദിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഉത്തരേന്ത്യക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മുസ്ലിങ്ങളോട് വളരെ ഇഷ്ടമാണെന്നാണ്. മുസ്ലിങ്ങളോട് എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം അവർ മഹാനായ അക്ബർ ചക്രവർത്തിയുടെ നാമം പള്ളിയിൽ നിന്ന് 5 നേരം വിളിച്ചു പറയുന്നു, അല്ലാഹു അക്ബർ. അക്ബർ ചക്രവർത്തി വളരെ വിശാലഹൃദയനായിരുന്നു, വളരെ ജനാധിപത്യ വിശ്വാസിയായിരുന്നു, മതേതരവാദിയായിരുന്നു, ഹിന്ദു മുസ്ലിം മൈത്രിക്ക് പ്രവർത്തിച്ചായിരുന്നു. അതുകൊണ്ട് മുസ്ലിങ്ങളെ നിങ്ങളോട് എനിക്ക് ഇഷ്ടമാണ്. IAS കിട്ടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പഠിച്ച് നമ്മളെ നാട്ടിലൊന്നും ആരും IAS-ലെത്താത്ത പഠിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അങ്ങനെ IAS പാസ്സായി കളക്ടറായി വന്ന മനുഷ്യന് മനസ്സിലായത് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് അക്ബർ ചക്രവർത്തിയുടെ പേരാണെന്നാണ്. അപ്പോൾ ആളുകൾ ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് മലയാളം അങ്ങനെ അത്ര അറിയില്ല, അബദ്ധമുണ്ട്. അപ്പോൾ മലയാളമല്ല പ്രശ്നം, അക്ബർ ദ ഗ്രേറ്റ് എന്ന് അയാൾ പറയാണ്. അള്ളാഹു അപ്പോൾ പറഞ്ഞു കൊടുത്തു, അല്ല, ഗോഡ് ഈസ് ഗ്രേറ്റ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അക്ബർ ഇയാളെ പേരായി എന്നുള്ളത് ദൈവമാണ് മഹാൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് സംസ്കൃതവും അറബിയും നമ്മുടെ ഭാഷയും ഒന്നും അറിയാതിരിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ദൈവം ഏകനാണ് എന്നതിൽ മതവിശ്വാസികൾക്കിടയിൽ തർക്കമില്ല. ആ ദൈവം അനശ്വരനാണ്. ആ ദൈവം ആദ്യവും അന്ത്യവും ഇല്ലാത്തവനാണ്. ആ ദൈവം ഉറങ്ങാത്തവനും മയങ്ങാത്തവനുമാണ്. ആ ദൈവം മനസ്സിൻ്റെ ഉള്ളിലുള്ള പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ്. അപ്പോൾ ദൈവത്തിലേക്ക് പ്രാർത്ഥന എത്തിക്കാൻ ഞാൻ കഴിഞ്ഞ വർഷം ഇന്ത്യക്ക് പുറത്തൊരു സ്ഥലത്ത് ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞു, ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഇടത്തട്ടുകാർ ആവശ്യമില്ല. അപ്പോൾ ഒരു മതപണ്ഡിതൻ പറഞ്ഞു, മുസ്ലിമല്ല, അദ്ദേഹം പറഞ്ഞു, നിങ്ങളെങ്ങനെ അത് പറയാം? ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പറയുന്നത് അതാണ് മതം, എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന തത്വം അങ്ങനെയാണ്. അപ്പോൾ ഇയാളൊരു ഉദാഹരണം എന്താണെന്നറിയോ? ഉദാഹരണം അങ്ങനെ അല്ലല്ലോ. നമുക്കൊരു കാര്യം ശരിയാക്കി തരണമെങ്കിൽ ഒരു മന്ത്രി ഒരു കാര്യം ശരിയാക്കണം എന്നാണ് വിചാരിക്കുക. ഒരു അഡ്മിഷൻ അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ, ഒരു ട്രാൻസ്ഫർ. അപ്പോൾ മന്ത്രിനോട് പറഞ്ഞാൽ ശരിയായി തരും. പക്ഷേ മന്ത്രിന് എനിക്ക് പരിചയമില്ലല്ലോ. അത് MLA പറഞ്ഞാൽ മതി. എനിക്കുണ്ട് MLA പരിചയം. ഞാനൊരു പാവം. അതിന് വാർഡ് മെമ്പർ അല്ലെ ലോക്കൽ സെക്രട്ടറി അയാളെടുത്തുനിന്ന് ഒരു കത്ത് വാങ്ങി MLA കണ്ട് മന്ത്രിയോട് പറഞ്ഞാൽ റെഡി. അപ്പം ഇങ്ങനെ വേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞു, ഇത് എന്തുകൊണ്ടാണ് വേണ്ടി വന്നത്? ഈ മന്ത്രി മര്യാദയ്ക്ക് ചെയ്യായിട്ടല്ലേ? മെറിറ്റ് അനുസരിച്ച് അഡ്മിഷനിൽ സ്കൂളിലേക്ക് കത്ത് വേണോ? വേണ്ടല്ലോ. കൃത്യമായിട്ടാണ് ട്രാൻസ്ഫർ എങ്കിലും മന്ത്രി വിളിച്ചു പറയണോ? അപ്പോൾ നമ്മളൊരു ഇലക്ട്രിക് കണക്ഷന് പോലും നമ്മൾ അപേക്ഷിച്ചിട്ടാൽ നേർക്കേറെ കിട്ടെങ്കിൽ നമ്മൾ പോയി വേറൊരു ശുപാർശ വേണോ? അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഈ ഭരണാധികാരികളുടെ മാതിരി അനീതിയാണോ ദൈവവും ചെയ്യാമെന്ന് ചോദിച്ചപ്പോഴാണ് അതിൻ്റെ അപകടം അയാൾക്ക് മനസ്സിലായത്. ദൈവം ഏത് പാവ മനുഷ്യനും പടച്ചവനെ എന്ന് വിളിച്ചാൽ ഒരു ശുപാർശയും ഇല്ലാതെ അത് സ്വീകരിക്കുമോ? എങ്കിൽ അതാണ് ദൈവം നീതിമാനാണ്, ദൈവം കാരുണ്യവാനാണ്, ദൈവം വാത്സല്യമുള്ളവനാണ് എന്ന് പറയാൻ സാധിക്കുക. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ദൈവത്തെ അങ്ങനെ മനസ്സിലാക്കാൻ വേദഗ്രന്ഥം പഠിക്കാൻ സാധാരണക്കാർക്ക് അവസരമില്ലാതെ പോയപ്പോൾ ഇത് പഠിച്ച ആളുകൾ, പുരോഹിതന്മാർ, എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകൾ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള പ്രതിനിധികളായി രംഗത്ത് വന്നു എന്നതാണ് ഇത് പ്രശ്നമായി തീർന്നത്. മറ്റൊരു വിഭാഗം എന്ത് ചെയ്തു എന്നറിയോ? മതത്തെ തീവ്രവാദം, ഭീകരവാദം, അക്രമം, മനുഷ്യർക്കിടയിൽ കലഹം, കുഴപ്പം, ഊരുവിലക്ക് തുടങ്ങിയതിന് ഉപയോഗിക്കാൻ തുടങ്ങി. എൻ്റെ മതം, നിൻ്റെ മതം, എൻ്റെ ദൈവം, നിൻ്റെ ദൈവം, ഇങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഒരു ദൈവമാണ്. ആ ദൈവത്തെ എങ്ങനെ സമീപിക്കണം എന്നതിന് സൂറത്തുൽ ഫാത്തിഹ മുസ്ലിമീങ്ങൾ 17 തവണ ഒരു ദിവസം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഞാൻ ഈ അടുത്ത് മഹാനിർവാണ സ്തോത്രം എൻ്റെ ഒരു സുഹൃത്ത് തന്നതാ ഒരു ഗ്രന്ഥത്തിൽ. ആ നിർവാണ സ്തോത്രം വായിച്ചപ്പോൾ അത് തന്നെ ഫാത്തിഹയിലുള്ളത്. മുസ്ലിമീങ്ങൾക്കറിയാം, ഇപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ എന്നൊക്കെ പറയുന്നത് കാരുണ്യവാനായ ദൈവമേ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. മഹാനിർവാണ സ്തോത്രം തുടങ്ങുന്നത് തന്നെ ഓം നമസ്തേ സർവ ലോകാശ്രയായ എന്ന് പറഞ്ഞാൽ റബ്ബുൽ ആലമീൻ എന്നാണ് അതിൻ്റെ അർത്ഥം. നമസ്തേ ചിതേ വിശ്വരൂപാത്മകായ എന്നിട്ട് പറയാം, ത്വമേകം ശരണ്യം ത്വമേകം വരേണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. എന്താ ത്വമേകം എന്ന് പറഞ്ഞാൽ നിന്നെ മാത്രം, ത്വമേകം ശരണ്യം നിന്നെ മാത്രമാണ് ശരണം, ത്വമേകം വരേണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം, ഈ വിശ്വം മുഴുവൻ ഉണ്ടായിത്തീർന്നതിൻ്റെ കാരണം ത്വമേകം, നീ ഒരൊറ്റ കാരണമാണെന്ന. അതുകൊണ്ട് തന്നെ നിന്നെ തദേകം സ്മരാമസ്ത വേദം ജപാമ, നിന്നെ മാത്രമാണ് ഞാൻ ജപിക്കുക എന്നാണ്. തദേവം ജഗൽ സാക്ഷി രൂപം നമാമ, നിന്റെ മുമ്പിൽ മാത്രമാണ് ഞാൻ നമിക്കുക എന്നാണ്. അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്നറിയോ? ഭാഷാ വ്യത്യാസമുണ്ടെങ്കിലും ദൈവമേ നീയാണ് ആരാധ്യൻ, നിന്നോടാണ് പ്രാർത്ഥന, നിന്റെ മുമ്പിലാണ് നമിക്കൽ എന്ന് പറയുന്നു. ഇതിങ്ങനെയാകുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേദം പഠിക്കുക എന്നതാണ് ആവശ്യമായിട്ടുള്ളത്.
വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് മുൻ പ്രവാചകന്മാരെ മുഴുവനും ബഹുമാനിക്കണം എന്നാണ്. ആരാണ് ഈ പ്രവാചകന്മാർ? ഖുർആൻ വന്നിട്ട് 1400 വർഷമായിട്ടേ ഉള്ളൂ. 1433 ഹിജറ വർഷത്. അതിന് 13 വർഷം മുമ്പാണ് നബി തിരുമേനി നബിയാകുന്നത്. അപ്പോൾ 1446 വർഷമായി ഖുർആൻ അവതരണം തുടങ്ങിയിട്ട്. അപ്പോൾ അതിനു മുമ്പുള്ള വേദഗ്രന്ഥങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. ഇപ്പോൾ ഭാരതീയമായ പല ദർശനങ്ങളും എത്രയോ നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ളതാണ്. ഖുർആൻ പറഞ്ഞത് 25 പ്രവാചകന്മാരുടെ പേര് ഖുർആനിൽ വന്നു. എന്നാൽ 1,40,40,000 പ്രവാചകന്മാർ വന്നു എന്ന് നബി തിരുമേനി പറഞ്ഞതായ ഒരു ഹദീസിലുണ്ട്. അപ്പോൾ ബാക്കി പ്രവാചകന്മാരെവിടെ? എല്ലാ സമൂഹത്തിലേക്കും പ്രവാചകന്മാർ വന്നു. ഒരു പ്രവാചകൻ വന്ന് ദൈവത്തിൻ്റെ സന്ദേശം പറയാണ്. അത് തന്നെയാണ് അല്ലേ ഈ സംഭവാമി യുഗേ യുഗേ എന്ന് പറയുന്ന ആ ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മം നശിക്കുകയും അധർമ്മം വളരുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ധർമ്മം അത് സംസ്ഥാപനത്തിന് വേണ്ടി ഞാൻ അവതരിക്കും എന്ന് പറയുന്ന ആ അവതരണം, അതാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന പ്രവാചകത്വവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ പ്രവാചകന്മാർ വരികയും മുൻ പ്രവാചകന്മാരുടെ സന്ദേശം പുനഃപ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പൂർവിക പ്രവാചകന്മാരെയൊക്കെ ആദരിച്ചും ബഹുമാനിച്ചും പോകണം എന്നാണ്. ഇനി ദൈവമാണ് ആരാധ്യൻ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ദൈവം ഈശ്വരനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ദൈവത്തോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അത് ഹിന്ദു മതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയൊക്കെ അടിസ്ഥാനമാണ്. ഇനി ആരെങ്കിലും ദൈവമല്ലാത്തവരെ ആരാധിച്ചാലോ അത് അവരുടെ കാര്യം. ആ ആരാധ്യരെ ചീത്ത പറയാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞതാണ്. ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ഏകനായ ആ ദൈവമാണ് ആരാധ്യൻ. ഒരാൾ ദൈവം അല്ലാത്ത ഒരാൾ ആരാധിക്കുന്നുവെങ്കിൽ ആ ആരാധ്യ വസ്തുവിനെ ചീത്ത പറയാൻ പാടില്ല എന്ന്. അതെന്താ? അതാണ് മനുഷ്യർക്കിടയിൽ സമാധാനം നിലനിൽക്കാൻ ആവശ്യമായ ഒരു വലിയ ആവശ്യമാണ്. പ്രയാഗിലെ വലിയ ഒരു ഹിന്ദു പണ്ഡിതൻ ഓംകാർ സരസ്വതി ദയാനന്ദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഡൽഹിയിൽ ഒരു ഇൻ്റർഫെയ്ത്ത് മീറ്റിങ്ങിൽ സംസാരിക്കുക അദ്ദേഹം പറഞ്ഞു, ഞാൻ അദ്ദേഹം ആധികാരികമായ പണ്ഡിതൻ എന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞു നാം സനാതനധർമ്മികളാണ്. സനാതനധർമ്മി ഹൂം. അദ്ദേഹം പറഞ്ഞു ഞാൻ സനാതനധർമ്മിയാണ്. എന്താ സനാതനധർമ്മം? അത് എല്ലാ നന്മയെയും ധർമ്മത്തെയും അംഗീകരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു പഴയ ഭാരതീയ ഗ്രന്ഥങ്ങളിലൊന്നും ഹിന്ദു എന്നൊരു വാക്ക് പോലില്ല, ഹൈന്ദവത എന്നൊരു പ്രയോഗമില്ല. സനാതനധർമ്മമാണ്. അത് പിന്നീട് വന്ന പേരാണ്. അപ്പോൾ സനാതനധർമ്മിയായ ഒരാൾ ദൈവമാണ് ആരാധ്യൻ എന്ന് പറഞ്ഞാൽ അത് സനാതനധർമ്മത്തിനെതിരല്ല, സനാതനധർമ്മത്തിന് അനുകൂലമാണ് എന്ന്. സനാതനധർമ്മത്തിന് അനുകൂലമാണ് അത് എന്ന്. അങ്ങനെ മതത്തെ കാണുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ ഒരന്വേഷണം നടത്തിയാൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഐക്യഭാവം ധാരാളം കാണാൻ സാധിക്കും എന്നുള്ളത്. മറ്റൊരു കാര്യമാണല്ലോ കർമ്മഫലം അനുഭവിക്കണം എന്നത്. കർമ്മഫലം അനുഭവിച്ചേ മതിയാവും. അതുകൊണ്ടാണ് സത്യം പറയണം, നന്മ ചെയ്യണം, വാത്സല്യം കാണിക്കണം എന്നിത്യാദി കാര്യങ്ങൾ നമ്മളത് ചെയ്താൽ നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രതിഫലമുണ്ടാകും. ആ പ്രതിഫലം ഈ ജീവിതമല്ലാത്ത ഒരു ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടി വരാം. ഈ ജീവിതം അതിന് പോരാ. ഇപ്പോൾ ഒരാളെ കൊലപ്പെടുത്തിയും വിചാരിക്കുക, പകരം മാക്സിമം എത്രയാ? മാക്സിമം അയാളെ കൊല്ലാം. 10 ആളെ കൊന്നാലോ 100 ആളെ കൊന്നാലോ? അപ്പോൾ അതിന് ഇതല്ലാത്തൊരു സിസ്റ്റം വേണം എന്നതാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇതല്ലാത്തൊരു കർമ്മഫലം ഒരു വേദി ഉണ്ടാകണം എന്ന് പറയുന്നത്. അപ്പം പ്രവാചകത്വവും ദൈവവിശ്വാസവും കർമ്മഫലവും. പിന്നെ നന്മ തിന്മകളെക്കുറിച്ചുള്ള സങ്കല്പം നോക്കൂ. നന്മ തിന്മകൾ, മുതിർന്നവരെ ആദരിക്കണം, ചെറിയവരെ സ്നേഹിക്കണം. ഇത് എങ്ങനെ ഉണ്ടായതാ? അപ്പോൾ നമ്മളൊക്കെ പറയുന്നുണ്ടല്ലോ ഇതിൻ്റെ ബേസ് എന്താ? ഇപ്പം മദ്യപിക്കാൻ പാടില്ല. മദ്യപിച്ചാൽ എന്താ? അതൊരു തിന്മയാണ് എന്നത് ദൈവം നിശ്ചയിച്ചതാ. അതല്ലാത്തൊരു മറുപടി കൊണ്ട് ശരിയാവില്ല. ഇപ്പം ഞാൻ പറയാം മദ്യപിച്ചാൽ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറഞ്ഞാൽ അത് പറയുന്ന ആളെക്കാളും ആരോഗ്യമുള്ള മദ്യപാനികൾ നമ്മുടെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും, അല്ലേ? ഉണ്ടാവും. അതുമാതിരി മദ്യപിച്ചാൽ കുടുംബത്തിൽ കലഹമുണ്ടാക്കും. മദ്യപിക്കാത്തവരൊക്കെ കുടുംബത്തിൽ നല്ല ആൾക്കാരാണ്. അവരെക്കാൾ നല്ല മദ്യപാനികൾ വീട്ടിൽ ചെന്നാൽ ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരുണ്ട്. പിന്നെന്താ? പിന്നെ ദുർവ്യയമാകും. ദുർവ്യയം ചെയ്യാതെ മദ്യപിച്ചാലോ? പൂർണ്ണമായും മദ്യം ഉപേക്ഷിക്കണമെങ്കിൽ മദ്യം നിഷിദ്ധമാണ്, മദ്യപാനി ദൈവദോഷമാണ് ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ നമ്മൾ നോക്കൂ, സ്ത്രീകൾക്കെതിരുള്ള കയ്യേറ്റങ്ങൾ വലിയ വിഷയമല്ലേ? ലോകത്തുള്ള ചർച്ചകളിലൊക്കെ ഹ്യൂമൻ റൈറ്റ്സ് പോലെ തന്നെ വലിയ വിഷയമാണ് വിമൻസ് റൈറ്റ്.
നമുക്ക് വനിതാ ദിനം, മാതൃദിനം അതൊക്കെ അത് പറയാനാ. എന്താ വിഷയം? ആളുകൾ മറന്നു പോകുന്നു. ഇപ്പം സ്ത്രീകൾ, പുരുഷന്മാർ, എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരും അവരുടെ പ്രവർത്തനത്തിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. ഇപ്പം അമ്മയും മകനും, ഭാര്യയും ഭർത്താവും, അല്ലേ? അതുപോലെ സഹോദരനും സഹോദരിയും, അയൽക്കാരനും അയൽക്കാരൻ്റെ ഭാര്യയും, ഇതൊക്കെ തന്നെ ചില നിയമങ്ങളുണ്ട് പെരുമാറ്റത്തിനും സംസാരത്തിനും ഇടപഴകുന്നതിനും. അത് മറന്നു പോകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പം ഈ നിയമം ആര് തരണം? ഈ നിയമം ദൈവം നിശ്ചയിച്ച് തരണം. നമ്മൾ കണക്ക് കൂട്ടിയാൽ ഉണ്ടാവില്ല. ഭൗതികമായി ഇപ്പോൾ ഞാൻ പറയട്ടെ, ശരീരശാസ്ത്രപരമായി ഒരു സ്ത്രീയും പുരുഷനും ലൈംഗികമായി ബന്ധപ്പെടുമ്പോഴുണ്ടാകുന്ന ശരീരപ്രവർത്തനം അത് ഭാര്യയും ഭർത്താവുമാണെങ്കിലും അവിഹിതമാണെങ്കിലും ഒന്ന് തന്നെയല്ലേ? അനുഭൂതികളും ചിലപ്പോൾ ഒന്നായിരിക്കും, പക്ഷെ ഒന്ന് നിഷിദ്ധമാണ്, ഒന്ന് പുണ്യകർമ്മമാണ്. എന്താ കാരണം അതിന് കാരണം അത് ദൈവം നിശ്ചയിച്ചത് അങ്ങനെയാകുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ദൈവത്തിന് ചില നിശ്ചയങ്ങളുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഘടന നോക്കിയാൽ നമുക്കതിൽ എന്താ ഉള്ളത്? ആദരണീയനായ ഗുരു 94 വയസ്സ് ജീവിച്ചു. നമ്മുടെ കൂട്ടത്തിൽ എത്ര കൊച്ചു കുട്ടികൾ മരിച്ചു പോയവരില്ലേ? ആരാ ആയുസ് നൽകിയത്? ആയുസ് നിശ്ചയിച്ചത്, അത് നൽകിയത് ദൈവം തന്നെയാണ്. ചില ആളുകൾ സുഖമായി ജീവിക്കുന്നു, ചിലർക്ക് ദുഃഖമാണ്, ചില ആളുകൾ രോഗികളാണ്. ശരീരഘടന നോക്കിയാലും ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരം, ഹൃദയം ഒരു മിനിറ്റിൽ 72 തവണ മിടിക്കുന്ന 72 തവണ. അത് കുറഞ്ഞു പോയാൽ പ്രഷർ കുറഞ്ഞു, കൂടിപ്പോയാൽ പ്രഷർ കൂടി, നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കേണ്ടി വരും. ഞാൻ ചോദിക്കട്ടെ, ആരാണ് ഈ 72 എന്ന നിയമം വെച്ചത്? ഡോക്ടർമാരാ? ഹോസ്പിറ്റലാ? ലോകാരോഗ്യ സംഘടന? അല്ലല്ലോ. ഈ നോർമൽ ഇങ്ങനെയാണ് മനുഷ്യ ശരീരം എന്നിട്ട് അത് കണ്ടെത്തിയിട്ട് ദൈവത്തിൻ്റെ ഈ അത്ഭുതത്തെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുന്നില്ലേ? കഴിയണമല്ലോ. കാരണം നിങ്ങൾ സാധാരണ ആൾക്കാർ പറയലുണ്ട് ശ്വാസം ഈ ഓക്സിജൻ തന്നെ നമുക്ക് ഈ പ്രപഞ്ചത്തിലുള്ള അളവ് കൂടിയാൽ തീക്കത്തും, കുറഞ്ഞാലും തീക്കത്തും. കാരണം ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള ഒരു ഘടനയുണ്ട് ഇവിടെ. അതുമാതിരി സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം അടുത്തുപോയാൽ തീക്കത്തും, അകന്നുപോയാൽ ഐസായി പോകും. അപ്പോൾ ഈ ഒരു വലിയ സംവിധാനങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയ ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാൻ നിവൃത്തിയൊന്നുമില്ല. കാരണം ശരീരഘടന അങ്ങനെയാണ്. ഹൃദയമാണ് ഏറ്റവും വലിയൊരു അവയവം എന്ന് ഹൃദയത്തിന് ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിൽ പോയാൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഹൃദയം എങ്ങനെയാണ്, അതുകൊണ്ട് കൊളസ്ട്രോൾ രാവിലെ നടക്കണം, മറ്റേ ഫാറ്റുള്ള ഒഴിവാക്കണം. ഇനി നിങ്ങൾ ബ്രെയിനിന് ചികിത്സിക്കുന്ന ആശുപത്രിയിൽ പോയി നോക്കി, തിരുവനന്തപുരത്ത് പോയ ശ്രീചിത്രയിൽ, അവിടെ എഴുതി വെച്ചാൽ മനുഷ്യ ശരീരത്തിൻ്റെ ഏറ്റവും വലിയൊരു അവയവമാണ് ബ്രെയിന്, അത് പരിക്ക് പറ്റാതിരിക്കണം, അതാണെന്നൊക്കെ ശരി. ഇനി നിങ്ങളൊരു കണ്ണാശുപത്രിയിൽ പോയി നോക്കി, അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഞാൻ ഉണ്ട് കണ്ണാശുപത്രിയിൽ, മനുഷ്യൻ്റെ കണ്ണ് ശരീരത്തിൽ ഏറ്റവും വലിയൊരു അവയവമാണ്, അത് അൾട്രാ മോഡേൺ ലെൻസിനേക്കാളും ശക്തിയുള്ളതാണ്. ചിത്രമെടുത്തിട്ട് തലതിരിഞ്ഞ ചിത്രം റെറ്റിനയിൽ പതിച്ച് പിന്നെ നമ്മൾ അതുകൊണ്ട് കണ്ണ് സൂക്ഷിക്കണമെന്നാണ്. ഇനി നിങ്ങൾ ഏത് ഒരു അവയവം എടുത്താലും അതാണ് ഏറ്റവും വലുത്. ദൈവത്തിൻ്റെ ദൃഷ്ടാന്തം തോന്നുന്ന വിധം അത്ഭുതകരമായൊരു സിദ്ധിപ്പാണ്. അത് ഈ ഒരു ശരീരം മാത്രമല്ല, മനുഷ്യൻ്റെ ശരീരം മാത്രമല്ല, സൂര്യനും ചന്ദ്രനും നക്ഷത്രഗോളങ്ങളും സസ്യങ്ങളും ഏറ്റവും ചെറിയ ഓരോ വസ്തുവും ദൈവത്തിൻ്റെ അത്ഭുതകരമായ സൃഷ്ടിപ്പ് വിളിച്ചു പറയുന്നു. അതുകൊണ്ട് തന്നെ ആ ദൈവത്തെ അറിയുകയും ദൈവത്തിൻ്റെ കാരുണ്യം അംഗീകരിക്കുകയും ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നറിയുകയും ദൈവത്തിൻ്റെ പേരിൽ ആക്രമിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തവർ ദൈവദോഷം പറയുന്നു എന്ന് പറയുകയും ചെയ്യണം. അതാവട്ടെ നമ്മുടെ ഇത്തരം ഉത്സവങ്ങളിലുള്ള ഒരു ആഹ്വാനം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ദൈവത്തെ ഉപയോഗിച്ചുകൊണ്ട് ഭൗതികമായി പണമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ അത് മതത്തിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്കേ പറയാൻ സാധിക്കുള്ളൂ. ഇപ്പം അടുത്ത് പത്രത്തിൽ ഞാനൊരു പരസ്യം കണ്ടു. ആ പരസ്യത്തിൽ പറയുന്നത് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും, ഉദ്ദിഷ്ടകാര്യ ലബ്ധിക്ക് വേണ്ടി, ശത്രുദോഷം അകറ്റാൻ വേണ്ടി, പിന്നെ അങ്ങനെ എല്ലാത്തിനും ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഞാൻ വിളിച്ചു നോക്കി ഒരു നമ്പറിൽ, കരുനാഗപ്പള്ളിയിലാണ് ആ നമ്പർ. അപ്പോൾ വിളിച്ചിട്ട് അവരെന്നോട് ചോദിച്ചു, എന്താ നിങ്ങൾ വിളിച്ചത്? ഞാൻ പറഞ്ഞു, എനിക്ക് നാളെ രാവിലെ ഒരു 10 ലക്ഷം രൂപ വേണം അതിനാ. അപ്പോൾ അയാളോട് ചോദിക്കുക, അങ്ങനെ പറഞ്ഞാലോ? ഞാൻ പറഞ്ഞു, ഉദ്ദിഷ്ടകാര്യ ലബ്ധി, എനിക്കിപ്പോൾ അതാണ് ആവശ്യം. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങളെ എവിടുന്നാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് നിങ്ങളറിയണ്ടേ, ഞാൻ എൻ്റെ ഫോണിൽ നിന്നല്ല വിളിച്ചത്, എൻ്റെ ഫോണിൽ വേറൊരു കയറി കൊണ്ട് അയച്ചിട്ട്. അതറിയില്ല അയാൾക്ക്. അപ്പം ഞാൻ എവിടെ നിന്ന് വിളിക്കുന്നു, ആരാണ്, എൻ്റെ പേരാണെന്ന് അയാൾക്കറിയില്ല. എന്നിട്ട് വെറുതെ പറയല്ലേ ഉദ്ദിഷ്ടകാര്യ ലബ്ധിക്ക് അയാളോട് പറഞ്ഞാൽ മതിയെന്ന്. അയാൾ ജീവിക്കുന്നത് ഈ പണം കൊണ്ടാണ്. 400 റുപ്യാണെന്ന് പറഞ്ഞു. നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ലഭ്യമാക്കി തരുന്നൊരു സാധനത്തിന് 400 റുപ്യ അയച്ചു കൊടുത്താൽ അയാൾ തിരിച്ചയച്ചു തരുന്നത്. ആ 400 റുപ്യ കൊണ്ടാണ് അയാൾ ജീവിച്ചു പോരുന്നത്. എന്നാൽ നമ്മളെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് അയാൾ വിചാരിക്കുന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് വേണമെന്നറിയോ? നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ വലിപ്പം, ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവം പോലെ മറ്റൊരാളില്ല എന്നത്
അതൊക്കെ തന്നെയാണ് മതത്തിൻ്റെ അടിസ്ഥാനം. അതങ്ങനെയല്ലാതെ ഒന്നുകിൽ അന്ധവിശ്വാസത്തിനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾക്കോ അതുമല്ലെങ്കിൽ അതിൻ്റെ പേരിൽ മനുഷ്യർക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനോ ശ്രമിക്കുന്നത് ദൈവദോഷമാണ്. മുസ്ലിങ്ങൾ എപ്പോഴും പറയും ലാ ഇലാഹ ഇല്ലല്ലാ, എപ്പോഴും പറയും. അത് ബാങ്ക് കൊടുക്കുമ്പോൾ പറയും, നിങ്ങളെ ശ്രദ്ധിച്ചോളാണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയും. പ്രാർത്ഥനകളിൽ അത് ഈ ഒരാശയമാണ്. അതായത് ദൈവമേ നീ അല്ലാതെ ഒരു ആരാധ്യനില്ല. ആരാധ്യൻ എന്ന് പറഞ്ഞാൽ സർവ്വസമർപ്പണമാണ്. ഇവിടെ പറഞ്ഞാൽ എല്ലാം നമിക്കലാണ്, എല്ലാം മനസ്സറിഞ്ഞ് സമർപ്പിക്കുന്നത്. അതാണ് ഇസ്ലാം എന്നൊരു വാക്കിൻ്റെയും അർത്ഥം അതാണ്, സമ്പൂർണ്ണ സമർപ്പണം എന്നാണ്, സമാധാനം എന്നാണ്. ഏതായാലും എനിക്ക് വലിയ സന്തോഷമായി ഈ പണ്ഡിതന്മാരൊക്കെ ഇവിടെ ഇരുത്തിയിട്ട് ദീർഘിച്ച് പറയുന്നത് ശരിയല്ല എന്ന് അറിയാവുന്നത് കൊണ്ടും ഒരു നാടകം കളിക്കാൻ കാത്തിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ മനസ്സും ഇതിന് പാകമായിരിക്കില്ല എന്നതുകൊണ്ടും നമ്മളെല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന സർവശക്തനും ലോകനിയന്താവുമായ ദൈവത്തെ അനുസരിച്ചും ആരാധിച്ചും അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ഒരു മനസ്സായി, ഒരു കുടുംബമായി, ഒരു ജാതിയായി ഒന്നിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്കിനിയും സാധിക്കണം. അത് സാധിക്കുമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അങ്ങനെ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇതിന് അവസരം നൽകിയിട്ടുള്ള ഭാരവാഹികളെ, ഇതിൻ്റെ സംഘാടകരെ, ഈ നാട്ടിലെ നല്ല മനുഷ്യരെ ഞാൻ അതിൻ്റെ പേരിൽ എൻ്റെ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ദൈവം തമ്പുരാൻ നന്മയും സമാധാനവും കാരുണ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്.